വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ ഇപ്പോഴും സമരം തുടരുകയാണ്. ഇതുവരെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിച്ചിട്ടില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് തങ്ങൾ കടന്നുപോകുന്നതെന്നാണ് നഴ്സുമാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നഴ്സുമാരുടെ നേതൃത്വത്തിലുള്ള സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ രംഗത്തെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കുറെ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോടൊന്നും അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ പ്രധാനമായും ഇപ്പോൾ അധികാരികളുടെ മുമ്പിലേക്കും പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ മുമ്പിലേക്കും തുറന്നു വയ്ക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നമുക്ക് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയുണ്ടായി. അതായത് ഗവൺമെന്റ് സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ 25,450 എന്നുള്ളൊരു തുക ഇറക്കിയിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടാണ് ആ ഗവൺമെന്റ് പടിയിറങ്ങുന്നത്. പക്ഷെ ആ ഗവൺമെന്റിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 മാസത്തെ നമുക്ക് അതൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡ് വന്നപ്പോഴത്തേക്കും നമ്മൾ പുതിയ സർക്കാർ രൂപമെടുത്തു. പുതിയ സർക്കാരിന്റെ സമയത്ത് ഇനി ഈ ഗവൺമെന്റ് നോട്ടിഫിക്കേഷന്റെ യാതൊരു പരാതിയും ഇല്ലാതെ ഇത് ഇറങ്ങിയത് പ്രാബല്യത്തിൽ വരാനായിട്ട് ബാക്കിയുള്ള ലേബർ നടപടിക്രമങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കിട്ടും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം 10 ലക്ഷം വരെ കാശ് മുടക്കി, അതായത് LBS വഴിയാണ് കേരളത്തിൽ നമുക്ക് BSc നഴ്സിംഗിന്റെ ഒരു പഠിക്കാനുള്ള വരുന്നത്. അപ്പം 90% മേലെ മാർക്കുള്ളവർക്ക് മാത്രമേ കേരളത്തിൽ പഠിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത്രത്തോളം കഷ്ടപ്പെട്ട് ഞങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നിസ്സാരമായ ഒരു വേതനമാണ് നിൽക്കുന്നത്. ആരോഗ്യ മേഖലയുടെ അണ്ടറിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ തൊഴിൽ വകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. തൊഴിൽ വകുപ്പിന്റെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു നിസ്സാര തുകയാണ് കിട്ടുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് 20,000 രൂപ മിനിമം വേജ് പ്രഖ്യാപിച്ചു. അത് നഴ്സിംഗ് അലവൻസോട് വെച്ച് 22,000 ആയിരുന്നു. എന്നാൽ ഈ സർക്കാരിന് 25,000 നമുക്ക് പറഞ്ഞത്. ആ 25,000 എന്ന് പറഞ്ഞ് ഒരു ദിവസം 141 രൂപ മാത്രമേ ഞങ്ങൾക്ക് കൂടുന്നുള്ളൂ. ഈ എല്ലാവർക്കും ഒരു പൊതുജനങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് നഴ്സുമാര് സമരത്തിൽ ഇറങ്ങുന്നതെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നഴ്സിംഗ് ഒരു ബില്ല് നോക്കിയാൽ നഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഞങ്ങൾക്ക് വേണ്ടി ഈടാക്കുന്നുണ്ട്. അപ്പം നഴ്സുമാർക്ക് അത് കിട്ടാനുള്ള യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2017 ശേഷം ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല. 2022 ശമ്പള പരിഷ്കരണം 26 അത് 2022 ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയാണ് ഈ 26 ഞങ്ങളിങ്ങനെ ശബ്ദം ഉയർത്തേണ്ടി വന്നത്, ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് ഈ ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നുള്ള കാര്യം. ഇതിലൊരു കൃത്യമായ തീരുമാനമുണ്ടായാൽ എന്താണ് നിങ്ങളുടെ തുടർ പരിപാടി? എന്താണ് ഇനിയിപ്പം നമ്മള് കുറച്ചും കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നാളെ ഒരു ചർച്ചയുണ്ട്. RJLCയും ലേബർ ഓഫീസറും ഒക്കെ ആയിട്ട് ഓരോ മാനേജ്മെന്റിനെ വിളിച്ച് ചർച്ചയുണ്ട്. ഇതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ 10-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചർച്ചയുണ്ട്. അതിലും തീരുമാനമായിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ കെ സുധാകരൻ ഉൾപ്പെടെ പി സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള വിവിധ MPമാരെത്തി ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എത്രയും വേഗം സമരം തീരുമെന്നൊരു പ്രതീക്ഷ നഴ്സുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, രോഗികളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. മഴക്കാലമെത്തി, രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെ കടുക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.